ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാൻ തലേന്ന് തന്നെ പുഴുങ്ങലരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് അരക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് കൂടുതലായി പോകും. കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അരച്ച് വെച്ച മാവ് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മാവിലേക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ, ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക, മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഈ മാവിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ചതച്ച് വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ജീരകമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഈ മാവ് ചെറിയ ചെറിയ ബോൾസ് ഷേപ്പാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. എത്രത്തോളം ചെറിയ ഷേപ്പാക്കി എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറുതാക്കി ഉരുട്ടാൻ ശ്രമിക്കുക. ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതിന് ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്കിനി ഒരു വലിയ ഉള്ളി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളിയൊക്കെ വളരെ കനം കുറച്ച് ആണ് അരിഞ്ഞെടുത്തത്. വലിയ ഉള്ളി ചേർത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ നേരത്തെ വേവിക്കാൻ വെച്ച ഉണ്ടി അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മസാലയിലേക്ക് ഈ ഉണ്ട ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. കറികളൊന്നും വേണ്ട. ഈ ഒരു റെസിപ്പിക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.